ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയില്ല. എല്ലാവരും ക്രിസ്മസ് എക്സാമിനും അതേപോലെ തന്നെ ഫൈനൽ എക്സാമിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണെന്നറിയാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദം എന്ന് തോന്നുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. ഇത് ചുമ്മാ കേട്ടിരുന്നാൽ മാത്രം പോരാ, ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. എന്നാൽ പിന്നെ തുടങ്ങിയാലോ? അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പഠിച്ച് ഉയരങ്ങളിലെത്തണം, ഒത്തിരി നല്ല മാർക്ക് വാങ്ങണം, ജീവിതത്തിൽ വിജയം ഉണ്ടാക്കണം, നാലാളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു നല്ല നല്ല ചിന്തകളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ പഠിക്കാനിരിക്കുമ്പോൾ മനസ്സ് വേറെ എങ്ങോട്ടേക്കോ പോകുന്നു നിങ്ങൾക്ക് തോന്നാറില്ലേ? നിങ്ങൾ പോലും അറിയാതെ എവിടേക്കൊക്കെയോ എന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മനസ്സാണ് അല്ലേ? അപ്പോൾ ഇതാ നിങ്ങൾ അനുഭവിക്കുന്നൊരു വലിയ പ്രശ്നമാണെന്ന് എനിക്കറിയാം അല്ലേ? സോ നിങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പഠിക്കാനുള്ളൊരു മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അക്കൗണ്ടൻസി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിലും പറഞ്ഞു തരുന്നതിന് മുമ്പ് ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു മനസ്സ് ആദ്യം ഒന്ന് സെറ്റ് ചെയ്തേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അത് പൂർണ്ണമായിട്ടും എനിക്ക് പഠിക്കണം, എനിക്ക് നന്നായിട്ട് പഠിക്കണം, എൻ്റെ സമയം എനിക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം, അങ്ങനെയൊക്കെ ഒരു താല്പര്യത്തോട് കൂടിയിട്ട് കേൾക്കാൻ തയ്യാറുള്ളവർ മാത്രം ഇത് മുഴുവനായിട്ട് കാണുക. അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. അങ്ങനെ എനിക്ക് ജീവിത വിജയം വേണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൻ്റെ ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. റെഡിയല്ലേ? അതായത് നിങ്ങളെപ്പോലെ തന്നെ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണിത്, ഈ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഏകാഗ്രത കിട്ടുന്നില്ല എന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ അനാവശ്യമായ ചിന്തകൾ നിങ്ങൾക്ക് ഇങ്ങനെ കയറി വരാണ്ട്, അതായത് ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള വളരെ വിശാലമായ ചിന്തകളിലേക്ക് നിങ്ങൾ പോകും. അതായത് ഭാവിയെക്കുറിച്ചിട്ട് ആലോചിച്ച് വേവലാതിപ്പെടാൻ തുടങ്ങും. എന്നെക്കൊണ്ട് പറ്റുമോ, എന്നെക്കൊണ്ട് തീർക്കാൻ പറ്റുമോ, ഈ ചാപ്റ്റർ മുഴുവൻ എന്നെക്കൊണ്ട് കഴിയുമോ, ഇത് മുഴുവൻ എന്നെക്കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ചിലർക്ക് പഠിക്കാനിരിക്കുമ്പോഴേ ഉറക്കം വരും, വിശപ്പ് വരും, ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് തോന്നും, ചിത്രം വരയ്ക്കാൻ തോന്നുന്നവരുണ്ട്, പാട്ട് പാടാൻ തോന്നുന്നവരുണ്ട്, ആ സമയത്ത് ഡാൻസ് കളിക്കാനൊക്കെ തോന്നും. ചില ആളുകൾക്ക് കവിത വരെ എഴുതാൻ വേണ്ടിയിട്ട് തോന്നും. നിങ്ങളുടെ ഉള്ളിലെ സർഗാത്മക കഴിവുകളൊക്കെ ആ സമയത്ത് പുറത്തു വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക? ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക? കാരണം ഈ ചിന്തകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് എന്തായാലും എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചില കുറുക്ക് വഴികൾ എന്ന് വേണമെങ്കിൽ തന്നെ അതിന് പറയാം. കാരണം നേരെ പോകുന്ന നിങ്ങളൊന്ന് ഡൈവേർട്ട് ചെയ്തിട്ടേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വഴികളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക, ചെയ്യാൻ കഴിയുന്നതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ സഹായമായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ അതെനിക്ക് വലിയ സന്തോഷമായിരിക്കും. നിങ്ങൾക്കത് സഹായമാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ അത് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇപ്പോഴല്ല, എക്സാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം എന്തൊക്കെ ടിപ്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള റിയൽ കോൺസെൻട്രേഷനുള്ള നിങ്ങളെ നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് നോക്കാം. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമുള്ളതും ഇതിനു മുമ്പ് നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ളൊക്കെ വഴികളായിരിക്കും. എങ്കിലും നമുക്കതിനെ 1 2 3 4 എന്നുള്ള സ്റ്റെപ്പ് വഴിയായിട്ട് തന്നെ ഒന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ മാർഗ്ഗങ്ങൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എവിടെ ഇരുന്നാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തെ നിങ്ങൾക്ക് പഠിക്കാൻ സഹായകരമാകുന്ന രീതിയിലേക്കൊന്ന് മാറ്റുക. ഓക്കെ, അതായത് ഒരു സമാധാനത്തോടെ ആശ്വാസത്തോടെ ശബ്ദ കോലാഹലങ്ങളൊന്നും കൂടാതെ വളരെ ശാന്തതയോട് കൂടിയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ വീട്ടിലിരുന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരുന്നിട്ടാണ്, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നത് അവിടെ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന യാതൊരു കാര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അത് നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തുക. അതായത് TV, അല്ലെങ്കിൽ വഴിയിലൂടെ പോകുന്ന ആളുകൾ, മൊബൈൽ ഫോൺ, അതാണല്ലോ മെയിൻ ഇഷ്യൂ. പിന്നെ അതായത് ആരും
ഉണ്ടാവാൻ പാടില്ല. ആരുണ്ടാവുമെന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധനെ ആരും ഡൈവേർട്ട് ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ. അത് മാത്രമല്ല, നിങ്ങൾക്കൊരു പോസിറ്റീവ് ഫീൽ തരുന്നൊരു സ്ഥലത്ത് ആയിരിക്കണം നിങ്ങളിരുന്ന് പഠിക്കേണ്ടത്. ചിലർക്ക് ഇരുന്നിട്ടായിരിക്കില്ല, ചില ആളുകൾക്ക് നടന്ന് പഠിക്കേണ്ടതായിട്ട് വരും, പാട്ട് കേട്ട് പഠിക്കേണ്ടതായിട്ട് വരും, എഴുതി പഠിക്കുന്നവരും ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, എങ്ങനെ പഠിക്കണം എന്നുള്ളത്. പക്ഷേ ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നടക്കുന്ന സ്ഥലം ഇറ്റ് ഷുഡ് ബി ഒരു പോസിറ്റീവ് വൈബുള്ളൊരു സ്ഥലമായിരിക്കണം. പിന്നെ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നല്ലൊരു പോസിറ്റീവ് വൈബുള്ള, നിങ്ങളുടെ ശ്രദ്ധയൊന്നും ഡൈവേർട്ട് ചെയ്ത് പോവാത്തൊരു സ്ഥലമായിരിക്കണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടത്. റെഡി? ഈ സോഫയിലും കട്ടിലും ഒന്നും ഇരുന്ന് പഠിക്കരുത്. ഉറക്കം എവിടെ നിന്നൊക്കെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പം നീണ്ടു നിവർന്ന് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക. രണ്ടാമത്തേതാണ്, പഠിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിനെ തയ്യാറാക്കുക. അതായത് ഓവർലോഡായിട്ട് നിങ്ങളുടെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അതൊക്കെ ആദ്യം ഒരു ഭാഗത്ത് സമാധാനത്തോടെ ഒന്ന് ഇറക്കി വയ്ക്കണം. എന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങളുടെ മനസ്സിനൊന്ന് പാകപ്പെടുത്തുക എന്ന് പറയും. അങ്ങനെയാണ് അതിനെ പറയാം. അതായത് അനാവശ്യ ചിന്തകളൊന്നും കൂടാതെ പഠിക്കാനായിട്ട് മനസ്സിനെയും ശരീരത്തിനെയൊക്കെ ഒന്ന് പാകപ്പെടുത്തുക. ഒന്ന് ഫ്രഷൊക്കെ ആയി നല്ല വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് മനസ്സിൽ അനാവശ്യ ചിന്തകളൊന്നും ഇല്ലാതെ, ടെൻഷനൊന്നും ഇല്ലാതെ, ഉത്കണ്ഠകളോ ആൻസൈറ്റിയോ ഒന്നും ഇല്ലാതെ ഞാൻ എന്താ പഠിക്കാൻ പോവുകയാണെന്ന് മനസ്സിനെ അങ്ങോട്ട് പഠിപ്പിക്കുക. മനസ്സുകൊണ്ട് തയ്യാറാവുക. ഓക്കെ. വലിയ ഭാരങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. മനസ്സിന് കൊടുക്കാതെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയിട്ട് നല്ലൊരു ടേക്ക് ഡീപ് ബ്രീത്ത്, നല്ലൊരു ശ്വാസോച്ഛ്വാസമൊക്കെ എടുത്ത് നല്ല രീതിയിൽ മനസ്സുകൊണ്ട് തയ്യാറാവുക. അതായത് നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട. ഓക്കെ. പല കാര്യങ്ങളും ആലോചിച്ച് നിങ്ങൾക്ക് ആ സമയത്ത് ടെൻഷൻ അടിക്കാനുണ്ടാവും. കൂട്ടുകാരോട് പിണങ്ങിയതുണ്ടാവും, വീട്ടിൽ വഴക്കിട്ടതുണ്ടാവും, ചില കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തതുണ്ടാവും. അപ്പോൾ ഈ പഠിക്കാനിരിക്കുമ്പോഴേക്കും ഇതൊക്കെ മനസ്സിലോട്ട് കയറി വരിക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ സമയത്ത് മനസ്സിൽ പാടില്ല. എല്ലാം ഒന്ന് കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യുക, ഒഴിവാക്കി വയ്ക്കുക. റെഡിയല്ലേ? മൂന്നാമത്തെ കാര്യമാണ്, പഠിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ആദ്യമേ തന്നെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് അതെല്ലാം കയ്യെത്തും ദൂരത്തുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കണം പഠിക്കാൻ വേണ്ടി ഇരിക്കേണ്ടത്. അല്ലാതെ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമല്ല ഇതൊക്കെ അന്വേഷിച്ച് പോകേണ്ടത്. ഓക്കെ. പഠിക്കാനിരിക്കുന്നതിന് ശേഷം ഇതെല്ലാം കണ്ടുപിടിക്കാൻ വീണ്ടും എഴുന്നേറ്റ് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ. അത് നിങ്ങളുടെ ശ്രദ്ധയെ ബാധിക്കും. അതായത് പിന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവും. അവിടെ പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ അതിലേക്ക് നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ ഡീവിയേറ്റ് ആയിട്ട് നിങ്ങൾ പോലും അറിയാതെ പോകും. നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ പിന്നെ അതിൻ്റെ വൈത്താൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അതായത് പെന്ന്, ബുക്ക്, ഹൈലൈറ്റർ, മെയിൻലി വെള്ളം, കുടിക്കാനുള്ള വെള്ളം, ഇതെല്ലാം ഒരു ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ. അതായത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യട്ടോ. ബോഡിയും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക. ഒറ്റ ഇരിപ്പിനിരുന്ന് പഠിക്കണം എന്നല്ല പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ എടുത്ത് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ അതിലാണ് ഉള്ളതെന്ന് പറയാറുണ്ട്. അപ്പം മൊബൈൽ ഫോൺ അടുത്ത് വെക്കാതിരിക്കുക, അത് വലിയൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഇത് കേട്ടപ്പോൾ പലരുടെയും മൈൻഡ് അതേപോലെ മുഖമൊക്കെ ചിലപ്പോൾ ഒന്ന് മാറിയിട്ടൊക്കെ ഉണ്ടാവും. അത് ഭയങ്കര വിഷമമാണല്ലോ മൊബൈൽ ഫോൺ ഇല്ലാതെ കുറച്ച് നേരം ഇരിക്കുക എന്ന് പറയുന്നത്. സോ കുറച്ച് നേരത്തേക്കല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ, എസ്പെഷ്യലി പഠന ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലനാണ് ഈ പറഞ്ഞ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഓക്കെ. അത് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ. അതായത് നിങ്ങളുടെ പഠന കാലഘട്ടത്തിൽ ഏറ്റവും അമൂല്യമായ സമയത്തെ ആ നിധിയെ കാർന്ന് തിന്നുന്ന ഒരു കൊടും ക്രൂരനായ കുറ്റവാളിയാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് നിങ്ങൾ എന്താ പറയുക, എവിടെയെങ്കിലും അത് എടുത്ത് വെക്കുക. അതായത് ആരുടെയെങ്കിലും കൊടുത്ത് ഏൽപ്പിക്കുക, എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എസ്പെഷ്യലി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുള്ള മൊബൈൽ ഫോൺസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ പഠന സമയത്ത് ഉണ്ടാവാൻ പാടില്ല. അതായത് വാട്സപ്പ്, ഇൻസ്റ്റ, FB, ടെലിഗ്രാം, അങ്ങനെ വേണ്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ നോട്ടിഫിക്കേഷന് ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചോളൂ. അത് പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പോലെ തന്നെ അപ്പോഴുണ്ടാവുള്ളൂ. അല്ലാതെ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസ് കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ എപ്പോൾ തിരിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ. റെഡിയല്ല? അപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം കാണുന്ന രീതിയിൽ അത് സെറ്റാക്കി വെക്കുക. റെഡിയല്ല? അപ്പോൾ ശ്രദ്ധ തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ. റെഡിയല്ലേ?
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പ്രധാനമാണ്. അത് നിങ്ങൾ എന്താ പറയുക, ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി എന്നുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ യഥാർത്ഥ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാനിന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യതയോടെ വളരെ സിസ്റ്റമാറ്റിക്കായി നിങ്ങളുടെ ഉള്ളിലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഞാനിന്ന് ഏത് വിഷയമാണ് പഠിക്കുന്നത്, ആ വിഷയത്തിലെ ഏത് പാഠഭാഗമാണ് ഞാനിന്ന് പഠിക്കുന്നത്, അത് എത്ര സമയം കൊണ്ട് ഞാൻ പഠിച്ചു തീർക്കും, ആ പാഠഭാഗത്തിലെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഞാനിന്ന് ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് വളരെ കൃത്യമായ ബോധം മറ്റാർക്കും ഇല്ലെങ്കിലും നമുക്കുണ്ടാവണം. അതായത് ഒരു സെൽഫ് അസസ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പാകത്തിൽ നിങ്ങൾ അതിനെ മാറ്റിയിരിക്കണം. ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ +1 ബിസിനസ് സ്റ്റഡീസാണ് പഠിക്കാൻ പോകുന്നത്, ഒന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ബിസിനസ് ട്രേഡ് ആൻഡ് കോമേഴ്സ് എന്നുള്ള പാഠഭാഗമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ അതിൽ ഞാനിന്ന് എന്തൊക്കെ കവർ ചെയ്യും, ഏതൊക്കെ ഏരിയാസാണ് ഞാനിന്ന് പഠിക്കുക, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാനിത് പഠിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ് ഉറപ്പ് വരുത്തുക, ആരെങ്കിലും ചോദ്യം ചോദിക്കുകയാണോ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എന്താണോ പഠിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് വളരെ കൃത്യമായൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിർബന്ധമായും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തരും അനുസരിച്ചിരിക്കും. ജസ്റ്റ് നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ ഒന്നൊന്ന് ശ്രമിച്ചു നോക്കൂ. ശ്രമിച്ചിട്ട് നിങ്ങൾക്കിത് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പഠന ജീവിതത്തിൽ ഒരു നാഴികക്കല്ല് തന്നെയായിരിക്കും. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയ ടിപ്പൊന്നുമല്ല, നമ്മൾക്ക് ഒരുപാട് പേര് പറഞ്ഞു തന്നിട്ടുള്ള ടിപ്പാണ്. ഓക്കെ, റെഡി? അപ്പോൾ ഇത് കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചിട്ട് ശ്രമിച്ചിട്ട് വിജയിച്ച ഒരുപാട് ആളുകളുണ്ട്. വളരെ എഫക്റ്റീവാണ്, നിങ്ങൾക്ക് തന്നെ ഒരു പോസിറ്റീവ് വൈബ് അതിൽ നിന്ന് കിട്ടും. സോ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ് വിത്ത് ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക, മനസ്സിലാക്കി നല്ലവണ്ണം തന്നെ പഠിക്കുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു വിജയം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്.